വീട് നിർമ്മാണത്തിന്റെ ബാക്കി വന്ന സിമന്റും മണലും രൂപം മാറി ശില്പങ്ങളായി. പട്ടാമ്പി കുപ്പം പുലാശ്ശേരി കൂനത്തൊടി വീട്ടിൽ മഹേഷ് കെ നാരായണന്റെ കരവിരുതിലൂടെ പിറവിയെടുത്തത് 100-ലധികം ശില്പങ്ങളാണ്. ബംഗളൂരുവിൽ നിർമ്മിച്ച 24 അടി ഉയരമുള്ള സ്നാപക യോഹന്നാർ ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യോഹന്നാർ ശില്പമായി കണക്കാക്കുന്നു. ചെറുപ്പം മുതൽ ചിത്രകലയെ ചേർത്ത് പിടിച്ച മഹേഷ് 2004-ൽ വീടുപണിക്കിടെ ബാക്കി വന്ന സിമന്റും മണലും ചേർത്ത് 1.5 അടി വലിപ്പത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖമുണ്ടാക്കിയായിരുന്നു പരീക്ഷണം. പിന്നീട് മോഹൻലാലിന്റെ ഒരു മിനിയേച്ചർ ശില്പം മോഹൻലാലിന് കൈമാറി. ഇത് മഹേഷിന്റെ ജീവിതത്തിൽ ശില്പകലയുടെ ലോകത്തേക്കുള്ള വഴി തുറന്നിട്ടു. ഒറ്റപ്പാലം അനങ്ങന്മല ഇക്കോ ടൂറിസത്തിന്റെ പ്രവേശന കവാടമൊരുക്കിക്കൊണ്ടായിരുന്നു മഹേഷിന്റെ ശില്പകലാരംഗത്തേക്കുള്ള തുടക്കം. ഈ ശില്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇത്ര ശില്പം കണ്ടിട്ടില്ല, ഇത്ര വലുപ്പത്തിലൊരു ശില്പം കണ്ടിട്ടില്ല. പിന്നെ ഇത് ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് വിശദീകരിച്ച് നോക്കിയപ്പോൾ വെനസ്വേലയിലൊക്കെ ഉള്ളത്, വെനസ്വേലയിൽ ഒരു ജോണിൻ്റെ പ്രതിമയുണ്ട്. പക്ഷേ ജോൺ പറഞ്ഞാൽ യോഹന്നാൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രതിമയുള്ളൂ. ഈ ഒരു തീമിൽ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ശില്പമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. എന്തായാലും ഈ ശില്പത്തിൻ്റെ അൺവെയിലിംഗ് സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്ന് തന്നെ 150ഓളം ബിഷപ്പുമാരുടെ സന്നിധിയിൽ വെച്ചിട്ടാണ് ഇത് അൺവെയിലിംഗ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ഒരു ശ്രദ്ധ ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ശില്പം ലോകത്തിൻ്റെ ഏറ്റവും വലിയ റെക്കോർഡായിട്ടുള്ള ഗിന്നസിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് വെള്ളിനേഴി, ചെർപ്പുളശ്ശേരി എന്നീ ഭാഗങ്ങളിൽ ഗാന്ധി പ്രതിമകളും സ്ഥാപിച്ചു. മഹേഷിന്റെ ശില്പങ്ങൾ ജീവസുറ്റതായതോടെ ആവശ്യക്കാർ അതിർത്തി കടന്നെത്തി. വനനശീകരണത്തിലെ അനന്തരഫലങ്ങളെ പ്രതീകപ്പെടുത്തി കർണാടകയിലെ ഹംപിയിൽ നിർമ്മിച്ച 16 അടി ഉയരത്തിലുള്ള മരമുത്തശ്ശിയെയും ബാംഗ്ലൂരുവിൽ 10 അടി ഉയരത്തിലുള്ള നടരാജശില്പവും നിർമ്മിച്ചു. പൂനെ ഹിഞ്ചോവാഡി ഇൻഫോസിസിൽ 100 മീറ്റർ നീളുന്ന ചുമർശില്പവും മണ്ഡപങ്ങളും മഹേഷ് കെ നാരായണന്റെ രൂപകൽപ്പനയാണ്. ഗ്ലാസ് ടവർ, എമർജൻസ്, മൃദുദേവൻ തുടങ്ങിയവ മഹേഷിന്റെ ശ്രദ്ധേയമായ ശില്പങ്ങളാണ്. കർണാടകയിലെ ഹിരിയൂരിലുള്ള ഗുഹാക്ഷേത്രത്തിന് മുകളിൽ 32 അടി ഉയരത്തിലുള്ള ഷിർദി സായി ബാബയുടെ നിർമ്മിതി പിന്നീട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സായ് ശില്പമായി മാറി. ഒരു വലിയൊരു റോക്ക്, വലിയ മലമുകളിലാണ് ഞങ്ങൾ അതിന് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിന് 35 അടി ഹൈറ്റ് ഉണ്ട്. ആ വർക്കിന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്താ പറയുക, അതിൻ്റെ നമ്മുടെ വർക്ക് കണ്ടിട്ട് അവരവരുടെ വിഷമങ്ങൾ അതിനടുത്ത് പറയുന്നതൊക്കെ കാണുന്ന ഒരു നിമിഷങ്ങളായിട്ടുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അസുലഭമായിട്ടുള്ളൊരു സന്ദർഭമാണ് ശരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തപ്പോഴും ഒരുപാട് പേരുടെ എന്താ പറയുക സങ്കടങ്ങൾ പറയുന്നതും അത് ഹോസ്പിറ്റലായതുകൊണ്ട് കൊണ്ട് ഒരുപാട് പേരുടെ സങ്കടങ്ങൾ പറയുന്നു, അവർ അതിൻ്റെ അനുഗ്രഹം മേടിക്കുന്നു. ആ നിമിഷങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അത് പറയാൻ പറ്റാത്ത, ഈ പൈസയൊന്നുമല്ല, പറയാൻ പറ്റാത്ത ഒരു നിർവൃതിയാണത്. അപ്പം നമ്മളെ വർക്കിനെ അവരെങ്ങനെയാണ് കാണുന്നത്, അവർ ദൈവികമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിവേഷത്തോട് കൂടിയിട്ടാണ് അവർ കാണുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് മൈ ഗാർട്ട് ക്രിയേഷന് വേണ്ടി ബാംഗ്ലൂരു കോരമംഗലയിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പാർക്കിൽ മഹേഷ് കെ നാരായണൻ കോൺക്രീറ്റ് മിശ്രിതത്തിൽ നിർമ്മിച്ച 24 അടി ഉയരമുള്ള സ്നാപക യോഹന്നാൻ ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യോഹന്നാൻ ശില്പമായി കണക്കാക്കുന്നു. മഹേഷിനൊപ്പം രാകേഷ്, കണ്ണൻ, CP സുരേഷ്, രാജേഷ് നൂർനാട്, അക്ഷയ് എന്നിവരുടെ നേതൃത്വത്തിൽ 4 മാസമായുള്ള പരിശ്രമത്തിനൊടുവിലാണ് ശില്പനിർമ്മാണം പൂർത്തീകരിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.